കുറച്ച് പേര് കോഴികളുടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മളെ കോഴികൾ ഇങ്ങോട്ട് മുറ്റത്തേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വല കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ എൻഡ് വരയ്ക്ക് നമ്മൾ കോഴികൾ ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വല കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു അക്വാപോണിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ അതിലുണ്ട്. പിലോപ്പിയും കുറച്ച് ബ്രാലും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൽ. പിന്നെ ഈ ഭാഗത്താണ് നമ്മുടെ കോഴിക്കോട്. അതുപോലെ തന്നെ കോഴികൾ ഇതിലെ കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും ഒരു ഡോർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കോഴികൾ ഒരു പരിധി വരെ നമുക്ക് തടയാം. അതിൻ്റെ മുകളിൽ കൂടെ ചില കോഴികളൊക്കെ അങ്ങനെ ചാടി വരാറുണ്ട്. എന്നാലും ഒരുപാട് വരുന്നത് കുറയും കേട്ടോ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിതിങ്ങനെ തുറന്ന് ഇതിങ്ങോട്ട് കടക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോഴിക്കൂടും കോഴികളൊക്കെ ഉള്ളത്. ഇപ്പോൾ താഴത്ത് കോഴികളൊരു 10-20 പെടക്കോഴികളുണ്ട്. അവരെ തുറന്ന് വിടാം കേട്ടോ. അപ്പോൾ തുറന്ന് വിടുന്നതിന് മുമ്പ് ഞാനിവിടെ കോഴിയുടെ സൗണ്ട് തുറന്ന് വിടുന്നതിന് മുന്നേറ്റ് ഞാൻ കുറച്ച് ഗോതമ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ തുറന്ന് വശം തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് കഴിച്ചോളൂ. അപ്പോൾ ഗോതമ്പ് മുളപ്പിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കൂടുതലാണെന്ന് പറയുന്നത്. ഒരുപാട് മുള പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. എല്ലാം മുളച്ചിട്ടുണ്ട്. മുള ഒരുപാട് പുറത്തേക്ക് ഇങ്ങോട്ട് നീണ്ടു നിൽക്കണില്ല. ഇത് ചിലതൊക്കെ ഇതുണ്ട് കണ്ട കാണുന്നുണ്ടാവും വിചാരിക്കും. ഇനി നമുക്ക് കോഴീനെ തുറന്നു വിടാം കേട്ടോ. ഇതാണ് നമ്മുടെ പെടക്കോഴികൾ. ഒരു പൂവൻ കോഴിയുണ്ട്, ബാക്കിയൊക്കെ പെടക്കോഴികളാണ്. ഇതാണ് നമ്മുടെ പൂവൻ കോഴി, ബാക്കി ഇതാ പെടക്കോഴികൾ. ഇവരൊക്കെ മുട്ടയിടുന്നുണ്ട് കേട്ടോ. ഇറങ്ങ്, വാ വയോ, ഇറങ്ങാതെ കൂടുന്നില്ലേ നിൽക്കുക. അപ്പോൾ അവർ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നേരെ ഈ പറമ്പിലേക്ക് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ അവിടെയൊക്കെ നിറച്ച് പച്ചപ്പുല്ലും പിന്നെ കുറച്ച് ചീരയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ നാശമായി. അപ്പോൾ ഈ പറമ്പിലേക്ക് അവർ പൊക്കോളും. അപ്പോൾ അവിടെയൊക്കെ കിടന്ന് നടക്കും അവർ. അപ്പോൾ ഇവിടെയാണ് വല നമ്മൾ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആ പുല്ലിലേക്കുള്ള ഓട്ടമാണ് കേട്ടോ. എല്ലാവരും ഇപ്പം ഇനി ആ പുല്ല് അങ്ങോട്ട് പോവും. പച്ചക്കറി ചെയ്യാനായിട്ട് ഞങ്ങൾ അതിന് ചുറ്റും വല ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കോഴികൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമല്ലോ. അപ്പം നേരെ ആ പുല്ലുള്ളടത്തേക്ക് അവർ പോകും. ഇവിടെ തുറക്കട്ടെ. അതിനേക്കോളും ഇത് 3 ആൾ. ഇത് പിന്നെ നമ്മുടെ കോഴിക്കുട്ടികൾ അവരെ ഇതിലിട്ടിട്ടുണ്ട്. 12 ആളുണ്ട് കേട്ടോ. ഇതിലൊരു 50 കോഴിക്കുട്ടികളുണ്ട് കേട്ടോ. ഞാനിവിടെ മുട്ട അട വെച്ച് വിരിയിച്ചിട്ട് പല സെക്ഷനാണ്. ഒരാഴ്ച ഗ്യാപ്പ് വിട്ടിട്ട് വിരിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ചിട്ടിട്ട് ഇവിടെ ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് ചാടും. അത് കാരണം ഞാൻ തുറക്കാത്തത്. തീറ്റ വെച്ചതിന് ശേഷം തുറക്കാം, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ തീറ്റ വെച്ചെടുക്കാം. ഇങ്ങനെ കോഴിക്കുട്ടികൾക്ക് ഇതിൽ ഞാൻ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കും. അപ്പോൾ അവരെല്ലാവരും വന്ന് കഴിക്കും. ആ അയ്യോ ഇതാ പോയി തിന്നാ. അപ്പോൾ എല്ലാവരും ഇതാ തീറ്റ തിന്നാണ് കേട്ടോ. ഹലോ, നീ എന്താ അവിടെ നിൽക്കുന്നത്? പോയി തിന്നു പോക്ക. ഇതിൽ 1.5 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇതിനൊക്കെ 1.5 മാസമായി. പിന്നെ 3 ആഴ്ച ആയ കുഞ്ഞുങ്ങളുണ്ട്, 2 ആഴ്ച ആയവരുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് രാത്രിയാകുമ്പോൾ ബൾബ് ഇടും. പകലും മഴയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബ് ഇട്ട് കൊടുക്കും. അത് ലൈറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ 5 സെക്ഷനായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതുള്ളത് കേട്ടോ. 5 സെക്ഷനിൽ വിരിയിച്ചതാണ്. ഇത് 1.5 മാസമായുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇവർ ആ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ കൊത്തും. അതുകൊണ്ടാണ് ഇവരെ മാറ്റിയിട്ടത് കേട്ടോ.
ഇതാ നേരത്തെ കണ്ട കോഴിക്കുഞ്ഞിൻ്റെ കൂടെയുള്ള കുട്ടികളാണ് കേട്ടോ.